നഗരമധ്യത്തിൽ അന്യസംസ്ഥാനക്കാർക്ക് മാത്രമുള്ള അനാശാസ്യ കേന്ദ്രത്തിൽ മർദ്ദനമേറ്റ് യുവാവ് മരിച്ചു. കേന്ദ്രത്തിലുണ്ടായിരുന്ന 4 യുവതികളും 2 യുവാക്കളും പോലീസിന്റെ പിടിയിൽ. ഒറ്റ സർവീസിന് 1000 രൂപ നിരക്കിലായിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി അനാശാസ്യ കേന്ദ്രം നടന്നിരുന്നത്. തൃശൂരാണ് സംഭവം. സ്വരാജ് റൗണ്ടിന് 350 മീറ്റർ അകലെയായാണ് 2 നില വാടക വീട്ടിൽ അനാശാസ്യ കേന്ദ്രം അന്യസംസ്ഥാനക്കാർ നടത്തിക്കൊണ്ടിരുന്നത്. അസം ഒഡീഷ സ്വദേശികളായിരുന്നു നടത്തിപ്പുകാർ. 4 യുവതികളും 3 പുരുഷന്മാരുമായിരുന്നു സ്ഥിരമായി ഈ വീട്ടിലുണ്ടായിരുന്നത്. പതിവായി അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നുപോയിക്കൊണ്ടിരുന്നു. ആവശ്യക്കാർക്ക് വീടിന്റെ പിൻവാതിലിലൂടെയായിരുന്നു പ്രവേശനം. ഒഡീഷ സ്വദേശിയായ ധൻപതി നായിക്കാണ് സർവീസിന് ശേഷം പണത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടയിൽ മർദ്ദനമേറ്റ് മരിച്ചത്. ധൻപതി നായിക്കും 2 സുഹൃത്തുക്കളും അനാശാസ്യ കേന്ദ്രത്തിലെത്തി പോകും നേരം പണത്തെ ചൊല്ലി തർക്കമായി. ഇത് അടിപിടിയിൽ കലാശിക്കുകയായിരുന്നു. സർവീസ് മോശമായതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അടിപിടിയിലും മരണത്തിലേക്കും കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഇടിവളയടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ ധൻപതി നായിക് അബോധാവസ്ഥയിലായി. തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ ധൻപതിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് വെന്റിലേറ്ററിലാക്കിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇതോടെയാണ് അനാശാസ്യ കേന്ദ്രത്തിൽ നിന്ന് 4 യുവതികളെയും 2 യുവാക്കളെയും അറസ്റ്റ് ചെയ്തത്. ഇതിലെ പ്രധാന പ്രതി സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ട്. 7 മാസമായി മലയാളികൾക്ക് പ്രവേശനമില്ലാത്ത വാടക വീട്ടിൽ പണം വാങ്ങി മാംസവ്യാപാരം നടത്തി വരികയായിരുന്നു പ്രതികൾ. മലയാളം ടെലിവിഷൻ, തൃശൂർ. കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ? മിനാർ ക്രൂയിസ്, കൊച്ചിൻ. 8089 021 666 7034 191 993.